ആരെ കെട്ടിക്കാനാണ് ഈ പടം എടുത്ത് വച്ചേക്കുന്നത്? എന്റെ പൊന്നോ, നല്ലൊരു ഓണമായിട്ട് ഒരു സിനിമ കാണാൻ പറഞ്ഞ് പോയി കയറിയാണ്. KGF പോലും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ഇതിന് പോയി തലവെച്ച് കൊടുത്തല്ലോ എന്ന് മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. 3 മണിക്കൂർ എങ്ങനെ ഈ സിനിമ തീരുമെന്നുള്ളൊരു വിചാരത്തിൽ മാത്രമായിരുന്നു ഞാൻ. മാത്രമല്ല അവിടെ പലരും ഗൈസ്, കേരളത്തിൽ മാത്രമല്ല തമിഴ്നാടും കഴിഞ്ഞ് ഈ കെട്ടിക്കൽ യാത്ര തുടരുകയാണ്. എന്ത് അപരാധം അവിടെ ഇത്, എന്ത് അപരാധം ഇത്. PR വർക്കിന് പോലും വേണ്ടാത്തൊരു സിനിമ എന്ന് പറയണം. കാര്യം എല്ലാ സിനിമയിലും വന്നിരുന്ന് കമന്റ് ചെയ്യും, ഇത് കൊള്ളാം ഇത് കൊള്ളാം. അവന്മാരെ പോലും ഒരു കമന്റിൽ പോലും ഞാൻ കാണുന്നില്ല. മിക്കവാറും പ്രൊഡ്യൂസറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കും. മിനിമം എന്നെ അപേക്ഷിച്ച് ഞാൻ പറയുകയാണെങ്കിൽ മിനിമം ഒരു 10 കോടി രൂപ ഈ പടത്തിന് ഷുവറാണ്. അതിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മിനിമം ഒരു 10 കോടി രൂപ കിട്ടിയിരിക്കും ഈ പടത്തിന്. പക്ഷെ ഇത് നിങ്ങളൊന്ന് കാണണം കേട്ടോ. ഈ ഒരു പരീക്ഷണത്തിന് നമ്മൾ മുതിരുമല്ലോ, അതേപോലത്തെ ഒരു സിനിമയാണ്. നമ്മൾ ഇതൊന്ന് കാണണം. ഇതെങ്ങനെ നിങ്ങൾക്ക് 3 മണിക്കൂർ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ടെസ്റ്റിംഗ് ആണ്. ഇവിടെ ഒരു ആക്ഷൻ പടത്തിനൊക്കെ പോയി ഇമാതിരി വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു ദിവസമല്ല. അതായത് ഈ സിനിമ എപ്പോൾ തീരുമെന്ന് സോഷ്യൽ മീഡിയ തുറക്കാൻ വേണ്ടില്ല. ആളുകളെ റിവ്യൂ ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് പറയണത്. ഞെട്ടിപ്പോയി, ശരിക്കും ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു പടം എടുത്ത് വെച്ച് കാണണം കേട്ടോ. നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഒരു പടം കാണാൻ ശ്രമിക്കണം. ഈ 2026 നമുക്ക് വലുതായിട്ട് അതിജീവിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഈ ഒരു പടം അതിനൊരു ഉദാഹരണമാണ്. എനിക്ക് ഇത്ര മാത്രമേ ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളൂ. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.